ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ബയാറാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പുളിഞ്ചിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, 3 വറ്റൽമുളക്, 1.5 കഷ്ണം ശർക്കര, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 കപ്പ് വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും, ഒരു 6 പച്ചമുളകും, ഒരു 1/4 കപ്പ് ഇഞ്ചിയും കൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ വേണം. അപ്പം നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. തക്കാളി ഇതേപോലെ തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ, കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതേപോലെ വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുഴുവൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ്സോളം ചെറും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ച് വറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതിലേക്ക് 1 ഗ്ലാസ്സും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചുള്ള ആ 2 ശർക്കര കഷ്ണം ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കുക. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം തിളച്ചിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ ബാക്കിയുള്ള ആ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില പിന്നെ 1 സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ലോണം വറ്റിയിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ പുളിഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.